നമസ്കാരം. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും നിറയെ പ്രോഗ്രാമുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. എന്നാൽ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാം പറഞ്ഞാൽ തീരാത്ത അത്ര വിശേഷങ്ങൾ പറയാൻ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന പുതുചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം രണ്ട് വിശിഷ്ട വ്യക്തികൾ എത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം ജയറാം മേട്ടൻ ആൻഡ് റിമി ടോമി. ഒരുപാട് സന്തോഷം നിങ്ങൾ രണ്ടുപേരെ ഇവിടെ കിട്ടിയതിൽ, ഈ ആംബിയൻസിൽ. ജയറാം മേട്ട, ഈ സിനിമയെ പറ്റി ഞങ്ങൾക്കൊന്ന്. തിങ്കൾ മുതൽ വെള്ളി വരെയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടുന്ന് പറഞ്ഞ പോലെ തന്നെയാണ്, വർണ്ണിച്ച് തന്നെ പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ കുടുംബത്തിനകത്ത് നിന്നുള്ള സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. കുടുംബത്തിനകത്തെ കഥകളാണ്. അതിൽ അച്ഛനും മകനുമായിട്ടുള്ള റിലേഷനോ അല്ലെങ്കിൽ അമ്മയും കുട്ടികളുമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഭാര്യയുമായിട്ടുള്ളതോ അതൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എന്താണ് തിങ്കൾ മുതൽ വെള്ളി വരെ എന്നുള്ള ചിത്രത്തിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ടോട്ടൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതുവരെ മലയാള സിനിമയിൽ പറയാത്ത ഒന്നാണ്. ടെലിവിഷൻ രംഗത്തെ സീരിയൽ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു പശ്ചാത്തലമാണ്. അതിൽ ഒരു ജയദേവൻ ചുങ്കത്തറ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള, ഇന്ന് കേരളത്തിലെ സ്ത്രീകൾ വൈകുന്നേരം 6 മണി മുതൽ 11 മണി വരെ കാണുന്ന പല സീരിയലിൻ്റെയും റൈറ്ററാണ് ഞാൻ. അതിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പല പുരാണ സീരിയലുണ്ട്, അല്ലാണ്ട് ഉള്ളതുണ്ട്. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം, എഴുതാനിഷ്ടം കുറച്ച് കുഴപ്പം പിടിച്ച സീരിയലാണ്. അതാണ് ഈ വായിക്കൊണ്ട് കേൾക്കാൻ. അപ്പോൾ എൻ്റെ സീരിയലുകൾ ഏകദേശം കുട്ടിക്കാലം തൊട്ട്, സീരിയൽ കാണുന്ന കാലം തൊട്ട്, അതായത് സ്കൂൾ അവസാനം പിന്നെ പ്രീ ഡിഗ്രി മറ്റേ പഠിക്കുന്ന കാലത്തൊക്കെ എൻ്റെ സീരിയൽ ഏറ്റവും കൂടുതൽ വളരെ കൗതുകത്തോടു കൂടി കാണുന്നതാണ് പുഷ്പവല്ലി. എൻ്റെ സീരിയൽ കാണുമായിരുന്നു. സീരിയൽ കണ്ടാലേ ഇത് ചെയ്യുള്ളൂ, സീരിയൽ കണ്ടാലേ ഭക്ഷണം കഴിക്കുള്ളൂ, സീരിയൽ കണ്ടിട്ട് ഉറങ്ങുള്ളൂ, സ്കൂളിൽ പോയിട്ട് വന്നാലും സീരിയൽ കാണണം, കോളേജിൽ പോയിട്ട് വന്നാലും കാണണം. അങ്ങനെ എൻ്റെ എല്ലാ സീരിയലും കാണുന്ന ഈ ജയദേവൻ ചുങ്കത്തറയുടെ വളരെ ഫാനായിട്ടുള്ള ഒരാളാണ് പുഷ്പവല്ലി. ഇവരെ രണ്ടുപേരും ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ് സിനിമ. പുതിയ നവാഗതനായിട്ടുള്ള സംവിധായകൻ കണ്ണൻ താമരക്കുളമാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഹിറ്റ് സീരിയലുകൾ ചെയ്തിട്ടുണ്ട് കണ്ണൻ. പിന്നെ അതിനേക്കാൾ ഉപരി കണ്ണൻ തമിഴിലൊരു സിനിമ ചെയ്ത് ഭയങ്കര ഹിറ്റായിരുന്നു. അതിനുശേഷമാണ് മലയാളത്തിലേക്ക് വന്നത്. ഇതിൻ്റെ റൈറ്റർ ആണെങ്കിലും ദിനേശ് പള്ളത്ത് ഒരുപാട് സീരിയലുകൾ മലയാള പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ്. സോ അതുകൊണ്ട് അവർക്ക് അതിൻ്റെ പൾസ് കൃത്യമായിട്ട് അറിയാം, ഈ സീരിയലിൻ്റെ പൾസ് കാണുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സീരിയലുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല കഥയ്ക്ക്. സീരിയൽ ഒരു പശ്ചാത്തലമായി വെച്ചിട്ട് ഒരു നല്ല കുടുംബകഥ രസകരമായി പറഞ്ഞു പോകുന്നു. അത് ശരി. അതിൽ പുഷ്പവല്ലിയുടെ കഥാപാത്രത്തെക്കുറിച്ച് റിമിയോട് തന്നെ ചോദിക്കുന്നതാണ് ഏറ്റവും. റിമി, ഞാൻ ആദ്യം റിമിയെ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നിയത് ഈ ഒരു ലുക്കും ഈ ഒരു ഗെറ്റപ്പും റിമി ഇപ്പൊ ഇരിക്കുന്ന ഒരു ഗെറ്റപ്പാണ്. റിമിക്ക് ഏതാണ് ഇഷ്ടം? ഇതായിരിക്കും ഞാൻ കൂടുതൽ സമയം എല്ലായിടത്തും ഇതാണ്. പക്ഷെ ഇപ്പൊ സിനിമയിലുള്ളതെന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു ആ രീതിയിൽ വളരെ നാടനായിട്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള എല്ലാവരും ചെയ്യുന്ന ഒരു ഗെറ്റപ്പാണ്. അപ്പൊ ഇപ്പൊ തന്നെ ആ ഒരു വ്യത്യാസം തോന്നിയോ? അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. തീർച്ചയായിട്ടും. This is character, this is you. Yes. By the way, എന്തായിരുന്നു ചോദിച്ചത്? ഞാൻ ചോദിച്ചത് ആക്ച്വലി ഇല്ല, കുട്ടിക്ക് ആക്ച്വലി ഇല്ലാത്ത തന്നെ വലിയ സമാധാനം. കാരണം ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് ആവശ്യം ആക്ച്വലി, അതില്ലെങ്കിൽ മുന്നോട്ട് തന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാത്തിനും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി തിങ്കൾ മുതൽ വെള്ളി വരെ ആക്ച്വലി എന്തായിരുന്നു ആ സിനിമ? ആക്ച്വലി നമുക്ക് നിർത്താനുള്ള സമയം അങ്ങനെയായിരിക്കും. എനിക്കതൊന്നും അല്ല, എനിക്ക് പറയാനുള്ളത് ആക്ച്വലി നിങ്ങൾ, ഞാൻ ചോദിച്ചു വന്നത് സ്റ്റേജിലും മിനി സ്ക്രീനിലും തിളങ്ങി നിൽക്കുന്ന ഏറ്റവും ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ആണ്. മേക്കപ്പ് ഇട്ടും റിമിയുടെ പ്രസൻസ്, റിമി വന്നാൽ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. റിമിക്ക് ഇഷ്ടപ്പെട്ട ആക്ടിങ് കരിയർ, ആക്ടിങ് ആസ് എ കരിയർ? എനിക്ക് ആദ്യം എന്താ പറയാ, ആ സാഗരത്തിലോട്ടൊന്ന് ഊളിയിട്ട് ഇറങ്ങാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അഭിനയത്തെ ഞാനൊരു സാഗരമായിട്ട് ഞാൻ ഉപമിക്കുകയാണ്. അതിലോട്ട് ഊളിയിട്ട് ഇറങ്ങാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എനിക്കിട്ട് പറ്റുമില്ല, കാരണം അതിനുള്ള കഴിവ് എനിക്കില്ല. ആ സാഗരത്തിന്റെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് കല്ലെറിഞ്ഞ് നോക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. കുറെ ഇന്റർവ്യൂസ് നോക്കിയപ്പോ എല്ലാത്തിലും റിമിയുടെ ഒരു സ്റ്റാൻഡേർഡ് ഡയലോഗ് നിങ്ങൾ അധികം ഒന്നും ഇങ്ങനെ പ്രതീക്ഷിക്കരുത്. ഞാൻ അതെന്തറിയാമോ, ഇത് ആദ്യം ഒളിച്ചോടിയതാണ്. ഞങ്ങൾ ഇതിന് വേണ്ടിട്ട്, സിനിമയ്ക്ക് വേണ്ടിട്ട് ലാസ്റ്റ് ഞാൻ റിമിയെടുത്ത് ഞാൻ പറഞ്ഞു, കഥയൊന്ന് കേട്ട് നോക്ക്. ഇല്ല, വേണ്ട എന്നെ കൊണ്ട് വേണ്ട, ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാൻ കഥ കേട്ടിട്ട് അഞ്ച് സുന്ദരിയിലൂടെ അങ്ങ് പേടി കിട്ടി. എന്താ എനിക്ക് പറ്റുന്നില്ലാത്ത പോലെ എനിക്ക് തോന്നി. അഞ്ച് സുന്ദരി ചെറിയ റോൾ ചെയ്തായിരുന്നു. അതിനുശേഷം റിമിയും ഹസ്ബൻഡും കൂടി വന്നിട്ട്
കഥ കേട്ടു കഴിഞ്ഞ് ഞാൻ അപ്പോഴും എനിക്ക് വിശ്വാസമില്ല. പക്ഷെ ഇവര് പറയുന്നുണ്ട്, ജയറാമേട്ടനൊക്കെ പറയുന്നുണ്ട്, സ്ക്രീനിൽ മിനി സ്ക്രീനിലൊക്കെ ക്യാമറയുടെ മുന്നിൽ ചെയ്യുന്ന ആളല്ലേ, ഇവര് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു അപ്പോഴും എനിക്കൊരു ഇതുമില്ല. ഒരു ദിവസം അഭിനയിച്ചു നോക്കും ഫസ്റ്റ് ഡേ. അപ്പൊ റിമി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അഭിനയിച്ച് നോക്കിയിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ എന്നെ മാറ്റിക്കോ, പക്ഷെ എന്നെ മാറ്റിയത് പുറത്താരോടും പറയരുത്, ഞാൻ ചൈനയ്ക്ക് പോയതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ആൾ ഇട്ടോളാൻ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഡേ വന്ന് ഫസ്റ്റ് സീൻ ചെയ്തപ്പോൾ തന്നെ ചൈനയ്ക്കും കൊണ്ട് എവിടെയും പോകണ്ടെന്നുള്ള ഉറപ്പിച്ചു. അതിനുള്ള ഒരു താങ്ക്സ് ജയറാമേട്ടൻ, പ്രത്യേകിച്ച് ജയറാമേട്ടൻ എല്ലാ സീനും നിൽക്കാൻ പറ്റത്തില്ല. ജയറാമേട്ടൻ ആദ്യം താങ്ക്സ് പറയണം. കാരണം ആദ്യത്തെ ദിവസം ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആകെ ഡൗൺ ആയി പോകും. ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന്റെ ഭയങ്കരമായ ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് എന്നെ സഹായിച്ചത് കണ്ണൻ ചേട്ടൻ. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലുള്ള പ്രൊഡക്ഷനിലെ ഓരോരുത്തരും അവരുടെ ഒരു കയ്യടി, നമ്മുടെ ഓഡിയൻസിന്റെ സ്ഥാനത്ത് അവരാണ്. തെറ്റിദ്ധരിച്ചിട്ടാട്ടോ അത്. കാരണം ഫസ്റ്റ് ഡേ റിമി ഒരു വലിയ വാഗ്ദാനം കൊടുത്തവർക്ക് എല്ലാ സീനിലും എന്നെ കയ്യടിക്കണം. കാരണം സ്റ്റേജിൽ ഞാൻ അങ്ങനെ പരിചയിച്ചു പോയതാണ്. പറയുകയാണെങ്കിൽ അപ്പൊ കയ്യടി കിട്ടണം. അപ്പൊ നിങ്ങൾ യൂണിറ്റുകാർ മൊത്തം ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്നവർ കൈയടിക്കണം. അപ്പൊ അവർ പറഞ്ഞ് കൈയടിക്കാം, പക്ഷെ അവരുടെ ഉദ്ദേശം കൈയടിച്ചു കഴിഞ്ഞാൽ കുറെ ദിവസം കൈയടിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചെലവെന്ന് വിചാരിച്ചിട്ടാണ്. ചെലവ് ചെയ്തു 250 പേർക്ക് ചേർന്നിട്ട് എത്ര 15 രൂപയ്ക്ക് എന്ത് മേടിച്ചു? 10,000 രൂപ കൊടുത്തേട്ടാ. ശരി 250 പേരില്ലായിരുന്നു അവിടെ സത്യത്തില്. 100 രൂപ അങ്ങനെ കണ്ടത്. എന്നാലും അവർക്ക് സന്തോഷമായി. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്തായിരുന്നു പുഷ്പവല്ലിയെ പറ്റി പറയാം. ചിലപ്പോ നിങ്ങൾ ചിലർ വിചാരിക്കും മേടിച്ചു കൊടുത്തു എന്നുള്ള കാര്യം. അല്ല, നമ്മുടെ ചേട്ടന്മാർക്ക് ഏറ്റവും കൂടുതൽ ചെലവ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആദ്യം കൊണ്ട് ഒരു ഡയറി മിൽക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രാകും. അവർ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിനപ്പുറം ഒരു സന്തോഷം. അത് ഒരു നേരമെങ്കിൽ ഒരു നേരം അവരത് കുടിച്ച് ഹാപ്പി ആയിട്ട് എന്നെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു റിവ്യൂ എന്ന് പറയും. അപ്പൊ ഇത് കൂടെ പറഞ്ഞോട്ടെ, പുഷ്പവല്ലിയെ പറ്റി നിങ്ങൾ ചിലവരെങ്കിലും വിചാരിക്കും. കാരണം ജയറാമേട്ടൻ അത് തന്നെ പറയണം, ഇത്രയും എക്സ്പീരിയൻസുകൾ 10-25 വർഷമായിട്ട് നമ്മുടെ സിനിമകളിൽ ഇദ്ദേഹത്തോടൊപ്പം ഒരു സീനിലെങ്കിലും അഭിനയിക്കാൻ പറ്റിയ എൻ്റെ വലിയൊരു മുജ്ജന്മ പാപം, അല്ല പുണ്യം എന്ന് തന്നെ പറയാം. അപ്പൊ പുഷ്പവല്ലിയെ പറ്റി പറയാം. പുഷ്പവല്ലി ശരിക്കും ചിലർ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ, സീരിയൽ തന്നെ മനസ്സിൽ കയറ്റി സീരിയലിലൂടെ ജീവിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവും. ഉണ്ട്. ഈ സീരിയൽ എന്ന് പറയുന്ന സംഭവം പലർക്കും അറിയത്തില്ല. അതിന്റെ ഒരു റീച്ച്, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അത് ഇഷ്ടപ്പെടുന്ന ചേച്ചിമാരോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുണ്ട്. ശരിയാണ്. അപ്പൊ അതിലൊരാളാണ് ഞാൻ. അവര് ചിലർ ആ സീരിയൽ സ്വന്തം ജീവിതമായിട്ട് കണക്കാക്കി അതിൽ സ്വന്തം ജീവിതത്തിൽ റിലേറ്റഡ് ആയിട്ട് പലതായിട്ട് തോന്നും. അതേപോലത്തെ ഒരാളാണ്. ഇത് ഒരു കോമഡിയുടെ ലെവലിൽ ചിന്തിച്ചാൽ മതി. റിമി അതിനെ സീരിയല് കണ്ട് ഈ ഒരു ലെവലിൽ എപ്പോഴെങ്കിലും എത്തിയിട്ടുണ്ടോ? സീരിയൽസ് ഇരുന്ന് കണ്ടിട്ടുണ്ടോ? സീരിയൽ കാണാറുണ്ട്, പക്ഷെ എന്താ പറയാ ഈ ലെവലിൽ ഒരിക്കലും എത്തിയിട്ടില്ല. അപ്പൊ ശരിക്കും ക്യാരക്ടറിലേക്ക് കേറേണ്ടി വന്നു അല്ലേ? കുഴപ്പമില്ല. പിന്നെ എനിക്ക് അങ്ങനെ പുഷ്പവല്ലിയായി മാറാൻ വലിയ പാടൊന്നുമില്ല. കാരണം ഇത് ഞാൻ തന്നെയാ കുറെ സ്ഥലങ്ങളിൽ എൻ്റെ സ്വഭാവവും ഇതിനകത്ത് നിങ്ങൾ കാണും. എല്ലാം സാഹസികതയാണ്. തെങ്ങിന്റെ മുകളിൽ കയറുക, ഫാനേന്ന് വീഴുക, മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി ഓടി വരിക, പിന്നെ എന്തൊക്കെയാ, പിന്നെ ചാക്കിച്ചാടുക, നീന്തി വരിക, അങ്ങനെ ഭയങ്കര സാഹസികതയൊക്കെ. ആക്ഷൻ ത്രില്ലർ കൂടിയാണ് ഇപ്പൊ, ജസ്റ്റ് എന്റർടൈൻമെന്റ്. അങ്ങനെയൊക്കെ. ഇനി അടുത്തത് പറയാം, ത്രില്ലർ മൂവിന്ന്. ഇനി എന്താ കുട്ടിക്ക് അറിയണ്ടേ? എനിക്കറിയേണ്ടത് ജയറാമേട്ടൻ എല്ലാ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടൻ സാധാരണ മനുഷ്യരോട് വളരെ അടുത്ത് നിൽക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. സാധാരണ മനുഷ്യരിൽ ഇത്രയധികം ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന സീരിയൽസിനെ പറ്റി അതിനോടുള്ള ജയറാമേട്ടൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? ചോദിച്ചതിന് കറക്റ്റാണ്. സാധാരണ മനുഷ്യരായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ ഈ പണ്ട് തൊട്ടേ സ്റ്റേജിൽ മിമിക്രി ഒരുപാട് ചെയ്തിട്ടാണ് സിനിമയിലേക്ക് എത്തുന്നത്. അപ്പോൾ 1000-കണക്കിന് 10,000-കണക്ക് ഉത്സവപ്പറമ്പുകളിലും അല്ലാത്ത സ്ഥലത്തുമെല്ലാം ഓഡിയൻസ് ആയിട്ടൊരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ചെയ്യാനായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും അത് തുടർന്നു കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാനൊരു ചെണ്ടകൊട്ടാനൊക്കെ ഉത്സവപ്പറമ്പുകളിലൊക്കെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇത്രയും ആളുകളായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ അവരുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവരുടെ സ്വന്തം വീട്ടിലൊരാളെ പോലെ എന്നെ എല്ലാവരും കാണാറുണ്ട്. കേരളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും എവിടെ ചെന്നാലും. അപ്പോൾ പല കുടുംബങ്ങളിലും നോക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് വൈകിട്ട് ഈ ടിവിയുടെ മുമ്പിലാണ്. ഒരു വീട്ടമ്മ രാവിലെ തൊട്ട് അവരുടെ ജോലികൾ തീർക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള മുഴുവൻ. ഇത് ഞാൻ വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞ അതേ കാര്യമല്ലേ? ഏത് ഇന്റർവ്യൂ? ഇത്തിരി മുമ്പ് നടന്ന ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ കാര്യമല്ലേ ഇപ്പൊ ചേട്ടാ ഇതേ തന്നെ പറയണേ?
സാറില്ല. എനിക്ക് സന്തോഷമുണ്ട് എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്. എന്റെ ഒരു വാക്ക്, ഞാൻ പറഞ്ഞ വാക്ക് ചേട്ടൻ മനസ്സിൽ തട്ടിയില്ല. അത് ഇനി ബാക്കി പറഞ്ഞു. വീട്ടമ്മ രാവിലെ തൊട്ട് എണീക്കുമ്പോ തൊട്ട് ഈ സീരിയൽ കാണാൻ വേണ്ടി അവർ ജോലി ചെയ്യുന്ന കാര്യം ഞാൻ വേറെ ഇന്റർവ്യൂവിൽ ഇപ്പൊ പറഞ്ഞതാ. എന്നാലും ജെറാമേട്ട റിമിയുടെ ഡയലോഗാണോ അത്? റിമി പറഞ്ഞാൽ അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരിതില്ലേ, അവർക്ക് വേണ്ടിയിട്ടൊരു സിനിമ, അവരെ അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ, അതാണ് തിങ്കൾ മുതൽ വെള്ളി വരെ. അല്ല, സീരിയൽസിനോട് ജയറാമേട്ടന് സീരിയൽസിനോട് എന്നുള്ള ഒരു ഐഡിയയോട് ഭയങ്കര ഇഷ്ടമാണോ അതോ ന്യൂട്രൽ ആണോ, എങ്ങനെയാണ്? സീരിയൽ കാണാറുണ്ടെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് വൈകുന്നേരം വെയിറ്റ് ചെയ്ത് 6:30 സീരിയൽ കാണാൻ അങ്ങനെ കാണാറില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ ഫ്രീ ആണ്, വൈകുന്നേരം ടി വികൾ മാറ്റി പോകുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെല്ലാം അത് കാണാറുണ്ട്. അല്ലാണ്ട് ഒരിക്കലും ഒരു കലാരൂപത്തെ നമ്മൾ പുച്ഛിക്കാൻ പാടില്ല. ചില ആൾക്കാരോട് നമ്മൾ നിങ്ങൾക്ക് സീരിയൽ കാണോ, അങ്ങനെ എന്തിനും പറയണ്ട. സീരിയൽ കാണുന്ന സീരിയലിന്റെ ഒരു വാല്യൂ, വില അറിയത്തില്ലായിട്ട് അവർ പറയുന്നത്. ഇന്ന് നിലനിൽക്കുന്ന ചാനലുകളിൽ ഏറ്റവും കൂടുതൽ വരുമാനം അവർക്ക് കിട്ടുന്നത് സീരിയലിലൂടെയാണ്. അത് പലർക്കും അറിയില്ല. ശരിയാണ്. അപ്പൊ എവിടെയായിരുന്നു ഷൂട്ടിങ്ങും? തിരുവനന്തപുരത്തിന്റെ പ്രാന്തപ്രദേശങ്ങൾ, പല ഇതായിട്ട് നമ്മൾ ഉദ്ഘാടന പ്രദേശങ്ങളിലോട്ട് ഇതുവരെ കാണാത്ത, ഞാനൊക്കെ എത്രയോ വർഷം ഇത് കാരണം നായിക അങ്ങനെ ആയതുകൊണ്ട് പ്രാന്തപ്രദേശങ്ങളിലാണ് ഇത് പോയത്. പ്രാന്തല്ലാത്തിലുള്ള നല്ല ഉള്ളിലോട്ടുള്ള പല സ്ഥലങ്ങളും നമ്മൾ അറിയത്തില്ലാത്ത സ്ഥലങ്ങളിൽ ഡയറക്ടർ പോയി തേടി പിടിച്ച് ലൊക്കേഷൻ ഒരുക്കുകയായിരുന്നു. അത് ശരി, അത് ശരി. ഇതിൽ അഭിനയിക്കുന്ന ബാക്കിയില്ല മനസ്സിലായി. ഞാനത് കേട്ടിട്ട് മൈൻഡ് ചെയ്ത് വിടുമായിരുന്നു. അനൂപ് മേനോൻ ചേട്ടൻ പറഞ്ഞു, അനൂപ് മേനോൻ, ഇടവേള ബാബു, അനൂപ് ചന്ദ്രൻ, ജനാർദ്ദന ചേട്ടൻ, KPS ലളിത, പിന്നെ വിജി ചന്ദ്രശേഖർ, ഗണേഷ് കുമാർ, ഗണേഷ് കുമാർ, പിന്നെ പിന്നെ ഒത്തിരി പേര് കാണാനൊക്കെ വന്നിരുന്നു. അവരുടെ പേര് വേണോ? അയ്യോ വേണ്ട. അപ്പൊ റിമിക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഈ ഒരു സംരംഭത്തിൽ? ആദ്യത്തെ 2 ദിവസം ആദ്യത്തെ 2 ദിവസവും അത് തുടങ്ങുന്നതിന് മുമ്പുള്ള 1 മാസവും അതെനിക്ക് പറയാൻ പറ്റത്തില്ല. ആദ്യത്തെ ദിവസം ലൊക്കേഷനിൽ പോകണമെങ്കിൽ ഈ ഭാഗമൊന്നും ഇല്ലാത്ത പോലെ, വർക്കിംഗ് അല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയാം. പിന്നെ പതുക്കെ ഓക്കെ ആവും. പിന്നെ ചില സമയത്ത് നമുക്ക് ടെൻഷൻ കയറും. പക്ഷെ അപ്പോഴാണ് ഞാൻ കണ്ണൻ ചേട്ടനും ഇവരും ഒക്കെ എനിക്ക് എന്റെ അത്രയും റിമിക്ക് എന്ത് കണ്ടിട്ടാണ് അവരെന്നെ വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ എന്തോ ജയറാമേട്ടനാണല്ലേ റിമിയെ വിളിച്ചത്? ജയറാമേട്ടൻ ഫസ്റ്റ് വിളിക്കുന്ന ആൻഡോ ചേട്ടൻ. അത് ശരി. ഇങ്ങനെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഉള്ള എപ്പോഴും ഇങ്ങനത്തെ ഒരു ആളായിരിക്കണം ആ ക്യാരക്ടർ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് റിമി ടോമി ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ആൻഡോ പറഞ്ഞ് ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആൻഡോ ഫസ്റ്റ് വിളിക്കുന്നത്. റിമിയിൽ ഒരു വലിയ നടിയെ ജയറാമേട്ടൻ കാണുന്നുണ്ടോ? വലിയ നടി ഇപ്പോഴും കാണുന്നില്ല. അത്യാവശ്യം പടത്തിന് വേണ്ട ഒരു നടി ഉണ്ടായിരിക്കാം, അത്രേ ഇതായിരുന്നു വേണ്ടിയിരുന്നു. പിന്നെ സെറ്റിലാണെങ്കിലും നമ്മളെപ്പോഴും ഈ ഒരു സീൻ കഴിഞ്ഞിട്ട് അടുത്ത സീൻ എടുക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് റിമിയെ നോക്കിയാൽ കുറെ ഷൂട്ടിംഗ് കാണാൻ വന്ന ആൾക്കാർ അവിടെ വന്നിട്ട് സംസാരിച്ചു നോക്കിയാൽ അവരോട് ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ റിമി ഒരു പാട്ട് പാടുകയോ ചോദിച്ചാൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ഹരഹരോ കര അവിടെ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ജയറാമേട്ടന് പാട്ടുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒരിക്കലും നമുക്ക് ആർക്കും ഒഴിച്ചു മാറ്റാൻ പറ്റില്ല. കാരണം ഒരു പാട്ട് സീൻ ഉണ്ടെങ്കിൽ ജയറാമേട്ടൻ അത് ശരിക്കും പാടുക. എനിക്ക് പാട്ട് ജയറാമേട്ടൻ്റെ കരിയറിൽ ഒത്തിരി പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. എന്നും നമ്മൾ ഓർത്തു വെക്കുന്ന ഒരുപാട് പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല പാടുമ്പോ ഇപ്പൊ ആദ്യമായി കണ്ടിട്ട് അത് പാടുമ്പോ ദാസാറാണോ ജയറാമേട്ടനാണോ പാടുന്നത് നമുക്ക് തെറ്റിപ്പോകും. അതൊക്കെ അത് അറിഞ്ഞോ അങ്ങ് ജയറാമേട്ടന് പാടാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഇതിലാണ് പാടുന്നത്. ജയറാമേട്ടന് പാടാൻ ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടം പറഞ്ഞാൽ ആർക്കാ പാടാൻ ഇഷ്ടമല്ല? പാട്ട് പാടാനുള്ള എത്ര ശബ്ദത്തിൽ വരെ ജയറാമേട്ടൻ പാടുന്ന ഒരു ഈവന്റിൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു പഴയ പാട്ടുകളൊക്കെ. പക്ഷെ നമ്മൾ ഇന്നേ വരെ ജയറാമേട്ടൻ മിമിക്രി കാണിക്കുന്ന കണ്ടിട്ടുള്ളൂ. സിംഗേഴ്സ്, പല പഴയ സിംഗേഴ്സിന്റെ ശബ്ദത്തിലൂടെ പോകുമ്പോ സത്യമായിട്ടും ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഇന്റർ കോളേജിന്റെ കോമ്പറ്റീഷന് ഞാൻ പങ്കെടുത്ത് ഐറ്റ് ചെയ്തായിരുന്നു. പല പാട്ടുകാരുടെയും ശബ്ദം, മന്നാടെ, തലത്ത് മെഹമ്മൂദ്, പി ജയചന്ദ്രൻ, കമുകറ പുരുഷോത്തമൻ, പി ലീല, ഒരുപാട് പേരുടെ പാട്ടിൽ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാറ്. അതാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് അന്ന് ഇന്റർ കോളേജ്. പക്ഷെ ആ പ്രായമൊക്കെ മാറിപ്പോയി, ശബ്ദമൊക്കെ മാറിപ്പോയി. ഇന്നൊന്നും പാടി നന്നാവില്ല. ഇത് ജയറാമേട്ടന്റെ 201ാമത്തെ ചിത്രം കണ്ടാണ് അല്ലേ? ഓ ജയറാമേട്ടാ, അതൊരു വലിയ ഏകദേശം 150 നായികമാര് ജീവിതത്തിൽ വന്ന് കയറി ഇറങ്ങിപ്പോയി അല്ലേ? 201ാമത്തെ നായിക റിമി. എല്ലാ നായികമാരെയും താലി കെട്ടി കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 99%. ഇതാ ഇവിടെ ഇനി സ്ക്രിപ്റ്റിൽ ഇല്ലെങ്കിൽ പോലും ചേട്ടൻ പറയാം അവരെന്നെ ജയറാമേട്ടന്റെ അടുത്ത പ്രോജക്റ്റും ആന്റോ സാറിന്റെ കൂടെ. അടുത്ത ആന്റോ ജോസഫിന്റെ ആണ്. അത് 2 നായികമാരാണ്. ഒന്ന് നമ്മുടെ ലക്ഷ്മി റോയും ഒന്ന് ആശാ ശരത്തുമാണ്. ആശാ ശരത്താണ് പ്രധാന വേഷയിൽ ചെയ്യുന്നത്. അതിന്റെ ടോട്ടൽ ഷൂട്ടിങ് ഇംഗ്ലണ്ടിലും ജർമ്മനി അവിടെ പുറമെയാണ് മുഴുവനായിട്ടത്.
സന്തോഷമായി ഗോപിയേട്ട എന്നാണ് സിനിമയുടെ പേര്. എന്താ ഒരു പേര്? ബോബൻ സാമുവൽ ആണ് ഡയറക്ട് അതെ, ചെയ്യുന്നത്. ഇതേ റൈറ്റർ തന്നെ, സെയിം സ്ക്രിപ്റ്റ് റൈറ്റർ സെയിം സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ദിനേശ് സാർ. ദിനേശ് തന്നെ. അത് ശരി, അത് ശരി. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു കുറച്ച് ബിൻ ലാദന്റെ ഛായയുള്ള ഈ താടി വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ജയറാമേട്ടനിൽ ഏറ്റവും സൗന്ദര്യം തിങ്കൾ മുതൽ വെള്ളി വരെയുടെ ആ ഒരു ലുക്ക് ഭയങ്കര രസമായിരുന്നു. അത് ഗംഭീരമായിരുന്നു. സൗന്ദര്യത്തിൽ കാര്യത്തിൽ റിമി യു ലുക്ക് സോ ക്യൂട്ട് ഇൻ ദാറ്റ്. സത്യമാണ് പറയണേ, സത്യമായിട്ടും വളരെ. എന്തായാലും പോണ വഴിക്ക് അതിൽ കടന്നിട്ട് അല്ല, ഞാൻ സത്യമായിട്ട് പറയാണ്, വളരെ ചേരുന്നുണ്ട്. അത് റിമിയുടെ ഈ ലുക്ക് as much as it suits you, അതും വളരെ നാച്ചുറൽ ആയിട്ട്. സിനിമയിലെ ലുക്ക് ഇഷ്ടമാണ്. ഷൂട്ടിംഗ് സമയത്ത് കണ്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി രസകരമായിട്ടുള്ള കാര്യം ആ സ്റ്റൂളിപ്പുണ്ടാ. കാരണം അത് പറയണമല്ലോ, ഹൈറ്റിന്റെ കാര്യമാണ്. ജയറാമേട്ടന് 6 അടി ഹൈറ്റ് ഉണ്ട്. അപ്പൊ പല സീനിലും ഒന്നിച്ച് നിൽക്കുമ്പോ ഞങ്ങൾ സെറ്റ് ഇടുക, മറ്റേ സ്റ്റൂൾ ഇടുക, അങ്ങനെയൊക്കെയാ. പിന്നെ പതുക്കെ ആയപ്പോ അവര് മടുത്തു. പിന്നെ ഉള്ള ഹൈറ്റ് ഒക്കെ മതി എന്നൊക്കെ പറഞ്ഞു. ചില സീനിൽ ഇത്രയായിരിക്കും, ചില സീനിൽ ഇത്രയായിരിക്കും വ്യത്യാസം. അതിൽ കഥയിൽ ചോദ്യമില്ല. അത് എന്തുകൊണ്ടെന്നും ആരും ചോദിക്കേണ്ട കാര്യമില്ല. അല്ല, കഥ അല്ലെങ്കിൽ തന്നെ സ്റ്റൂളിലെ പോലത്തെ ചെരുപ്പുണ്ടായിരുന്നില്ല എനിക്ക്. അതൊക്കെ ഇഷ്ടംപോലെ ജയറാമേട്ടൻ സിനിമയ്ക്ക് വന്നതിന് ശേഷം ഇത് ജയറാമേട്ടന് വേണ്ടി, ഇത് നമ്മുടെ മണിയമ്പിള്ള രാജുവിന് വേണ്ടി, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതിലെ പാട്ടുകൾ, ഈ സിനിമയിലെ പാട്ടുകൾ, ഇതിലെ പാട്ട് അഫ്സലൊക്കെ പറഞ്ഞ് പാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ തകർത്തൊരു പാട്ട് പാടിയിട്ടുണ്ട്, അത് സിനിമയിൽ ഇല്ലാണ്ടായി പോയി. അതെയാ? അത് സിനിമ കഴിഞ്ഞിട്ടുള്ള ഒരു എൻഡ് റോളിംഗ് ടൈറ്റിൽ അത് ഇടാന്ന് വിചാരിച്ചിട്ടായിരുന്നു. പാട്ടിനുള്ള സ്കോപ്പും ഇല്ല. പിന്നെ എന്തോ ആ സമയത്തല്ലേ ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പാട്ടാണ് ശരിക്കും ഉള്ളത്. അത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമുള്ള പാട്ടുണ്ട്. അതൊരു കോമഡി പോലത്തെ ഒരു പാട്ടാണത്. പിന്നെ കല്യാണ സമയത്തൊരു പാട്ടുണ്ട്. നാദൃഷിക്കയാണ് എഴുതിയൊക്കെ നല്ല വരികളാണ്. സാനന്ദ് ജോർജ് മ്യൂസിക്, എല്ലാം നല്ല രസമായിട്ടുണ്ട്. വക്കം വിജയലക്ഷ്മി പാടിയൊരു പാട്ടുണ്ട്, അത് വളരെ മനോഹരമായിട്ട്. റിമി പാടിയ പാട്ട്, പാട്ടിന്റെ തുടക്കം കിട്ടി എനിക്ക് പാടാൻ വേണ്ടി ഒരു പാട്ട്. അന്തി നേരത്തെ 7 വട്ടം ക്ലോക്ക് ചേട്ടൻ മണി അടിച്ചാൽ അടുക്കളേന്ന് പെണ്ണുങ്ങള് പായും. സീരിയലിന്റെ നേരത്തെങ്ങാൻ വീട്ടിലൊരു ഗസ്റ്റ് വന്ന ഗോസ്റ്റ് പോലെ പെണ്ണുങ്ങള് കാണും. പ്രാർത്ഥനയും പഠിപ്പുമില്ല, കഞ്ഞി വെക്കാൻ നേരമില്ല. പ്രാർത്ഥനയും പഠിപ്പുമില്ല, കഞ്ഞി വെക്കാൻ നേരമില്ല. 5-8 കൊല്ലം കഴിഞ്ഞിട്ട് ഭർത്താവ് പേർഷ്യന്ന് വന്നാലും നെവർ മൈൻഡ്. തിങ്കൾ മുതൽ വെള്ളി വരെ, തിങ്കൾ മുതൽ വെള്ളി വരെ. ഈ പാട്ട് പടത്തിലിടാൻ പറ്റില്ല. അയ്യോ, നഷ്ടമായി പോയി. നല്ല പാട്ടാണ്. പക്ഷെ മിനി സ്ക്രീനിൽ വന്ന് നമ്മളൊക്കെ ടൈം ഇല്ലാണ്ടായി പോയി. കാരണം അല്ലാണ്ട് തന്നെ പടം പാക്ഡ് ആണ്. അതുകൊണ്ടാണ്. ഓക്കെ, നല്ല നമ്മള് ട്രെയിലറിലൂടെ എല്ലാം ഇത് കണ്ട് പരിചിതമാകും. കാരണം ലിറിക്സ് ആർ സോ കാച്ചി അല്ലേ, വളരെ റിലേറ്റ് ചെയ്യുന്ന. ആദർശ് ചേട്ടനല്ലേ അദ്ദേഹം എന്തായാലും ഒരു സീരിയൽ മാത്രം പറ്റുന്നു. സീരിയല് കാണുന്ന കുറെ വ്യക്തികൾ എന്തായാലും അദ്ദേഹവുമായിട്ട് അടുത്ത ഇടപഴകും. പാട്ടിന്റെ വരികളാണെങ്കിൽ നമ്മൾ ഭയങ്കര ക്യാച്ച് ചെയ്യാം. 3 അടി ഹൈറ്റില്, പക്ഷെ നല്ല രസമുള്ള വരികളാ. റിമിയുടെ പുതിയ ആക്ടിംഗ് സംരംഭം, പറഞ്ഞിട്ടും തീരാത്തത്ര വിശേഷങ്ങൾ. ഇനി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. വിശേഷങ്ങളൊന്നും തീരുന്നില്ല, വീണ്ടും കാണാം.